Ladies and gentlemen, boys and girls, this is FC Boy live and direct from Big Boss. 64 days, 64 ദിവസത്തിന് ശേഷം നിങ്ങളുടെ സ്വന്തം ഒനിൽ ഇന്ന് ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണിയിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. ലാലേട്ടൻ്റെ വിമർശനങ്ങളിൽ ഏറ്റവും മനസ്സിൽ ഏക്കാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന ഫാത്തിമയായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് മറ്റേ ശൈത്യയുടെ ഇൻസിഡൻറ്റ്. ആ സമയത്ത് ലാലേട്ടൻ എന്നെ നിങ്ങളൊരു FC ബോയ് അല്ലേ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നല്ലേ, ഒരു കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിലും ലാലേട്ടൻ എന്നെ FC ബോയ് എന്ന് വിളിച്ചല്ലോ. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആക്ച്വലി വിമർശനമാണെങ്കിലും എന്നെ ലാലേട്ടൻ FC ബോയ് എന്ന് വിളിച്ചു, അതിലൊരു സന്തോഷമുണ്ട്, മനസ്സിലത് തട്ടുകയും ചെയ്തു. എൻ്റെ ക്യാപ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ തലവേദന എന്നത് എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരൻ അഭിലാഷാണ്. കാരണം എല്ലാ ദിവസവും വന്നിട്ട് പറയും, എടാ ക്യാപ്റ്റാ നീ എന്തായി കാണിക്കുന്നത്, എടാ ക്യാപ്റ്റാ നിന്നെക്കൊണ്ട് എന്താ പരിപാടി. കാരണം അഭിലാഷിന് സ്വന്തമായിട്ട് അറിയാം, ഇവിടെ ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ ഇത്ര ആഴ്ചകളിൽ അഭിലാഷായിരുന്നു. അപ്പോൾ അവനെ വെട്ടാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ എല്ലാ ദിവസവും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവനാണ് ഏറ്റവും വലിയ തലവേദന. എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് ഫുഡ് ബിഗ് ബോസ് വീട്ടിൽ ചപ്പാത്തി ആയിരുന്നു. ആക്ച്വലി അതേപോലെ ഒരു മെഡിറ്റേഷൻ പോലെ ഒരു എക്സസൈസ് ആയിരുന്നു ചപ്പാത്തി. കുഴക്കുക, പിന്നെ പരത്തുക, ചുടൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ കളിക്കുന്ന ഒരു DJ സ്റ്റേഷൻ പോലെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, അതൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു ചപ്പാത്തി. എനിക്ക് മുമ്പേ എന്നല്ല, ഈ ഗെയിമിലെ സൂട്ടാവാത്ത ഒരേ ഒരു വ്യക്തി ലക്ഷ്മിയാണ്. അവിടെ എന്താണ് ഗെയിം കളിക്കുന്നതറിയില്ല, മറ്റുള്ളവരുടെ ഗെയിം കാണാത്ത കാര്യത്തിനൊക്കെ കയറി ബഹളം വെക്കുന്നുണ്ട്, പ്രഹസനം നടത്തുന്നുണ്ട്. എന്നാൽ തലയുടെ അകത്ത് ഒരു ഓളവും ഇല്ല, വെറും മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി. ഞാൻ കുക്ക് ചെയ്താണെങ്കിൽ 9 out of 10, മറ്റുള്ളവർ കുക്ക് ചെയ്താണെങ്കിൽ 8 out of 10. നമ്മൾ നോമിനേഷൻ കാണുന്നില്ലല്ലോ, ഓപ്പൺ നോമിനേഷനായിട്ട് എനിക്കാരും തന്നിട്ടുമില്ല. പിന്നെ നോമിനേഷൻ കാണാത്ത സ്ഥിതിക്ക് എനിക്ക് ലോജിക്കൽ അല്ലാണ്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആണെന്ന് പറയുന്ന ആൾക്കാർ തീരെ ആക്റ്റീവ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമുക്ക് ഈ റീസൺസ് ബിഗ് ബോസ് പറയില്ലല്ലോ ആരാ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആക്റ്റീവ് ഇല്ലാത്തതുകൊണ്ട് സ്വയം തോന്നുന്നതാണ് ഇനാക്റ്റീവാണ്. അനുമോളിനത്രയും വേറെ വെല്ലാണുള്ള ഷെഫൊന്നും ഇല്ല അവിടെ. ഈ പറഞ്ഞ പോലെ ജിഷിനൊക്കെ വന്നു, പക്ഷെ എന്നാലും എടുത്തിട്ടില്ല. കാരണം ഒരുപാട് മുളകിട്ട് കളിക്കുമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുളക് അവിടെ ഒരു ആവശ്യമില്ലാത്ത ഘടകമായിരുന്നു. ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു, കാരണം 2 കക്കൂസേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുളക് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് അനുമോൾക്കൊരു കൈപ്പുണ്യമുണ്ട്, ഒരു പ്രത്യേകതരം കൈപ്പുണ്യം. അന്ന് അനുമോൾ പറയുന്നത് അത് മിക്കവാറും പുളുവായിരിക്കും. അനുമോൾ ഇവിടെ വന്നിട്ടാണ് കുക്കിംഗ് പഠിച്ചതെന്ന്. അത് എനിക്കത്ര വിശ്വാസമില്ല.